വറുത്തതും ശർക്കരപ്പേരി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് പച്ചക്കായയുടെ തോല് കളഞ്ഞിട്ട് മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. മഞ്ഞപ്പൊടിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 2-3 പ്രാവശ്യം ഇതേപോലെ കറ കളഞ്ഞിട്ട് എടുക്കണം. എന്നിട്ട് വേണം ഇനി ഇത് മുറിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ശർക്കര പേരിക്ക് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചതാണ്. ഈ ഒരു ഷേപ്പിലാണ് മുറിക്കേണ്ടത്. ഈ ഒരു തിക്കും ഇങ്ങനെയാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഇനി ഇത് വറക്കാൻ പോവാണ്. എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പുവെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതിപ്പോൾ ഉപ്പുവെള്ളം കലക്കിയതാണ്. കുറച്ച് മതി. അത് ഇനി അതിലേക്ക് ഒഴിക്കാൻ പോവാം. ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ആയിരിക്കുകയാണ്. നമുക്കത് എടുക്കുന്നത് മാറ്റാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുക. ഇതാ ഉണ്ടോ? ഈ ഒരു ഇതിനെ കറകറാന്നുള്ള ഇതോട് പൊട്ടണം. അപ്പോഴാണ് കറക്റ്റ് വെന്തോന്ന് അറിയുക. അപ്പം ഇനി അതിനെ മാറ്റാം. അപ്പോൾ ഇത് കായ വറുത്തതിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചതാണ് ഈ ഷേപ്പിൽ. ഇത് അതിലേക്ക് ഇടാൻ പോവാം. എണ്ണയ്ക്ക് ഇടാൻ പോവാം. അപ്പോൾ ഉപ്പുവെള്ളം ഒഴിക്കാനായിട്ടുണ്ട്. കല 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 എന്നുള്ള സൗണ്ട് ഉണ്ടാവും ഈ ആയിട്ടുണ്ടെങ്കിൽ. അപ്പം അതങ്ങനെ നിൽക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കാം. ആവാനായിട്ടുണ്ട്. അതിൻ്റെ പതൊക്കെ ഇങ്ങനെ നിന്ന് വരുന്നുണ്ട്. അത് അതിൻ്റെ സൗണ്ട് കേൾക്കാം. കേൾക്കുന്നുണ്ടോ? കറുമുറാന്നായിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കാം. രണ്ട് കായ വെച്ചിട്ടുള്ള ശർക്കരപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ചുള്ളൂ. അപ്പോൾ അതിലേക്ക് 2 ശർക്കര ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഇത് ചുക്കും ജീരകവും പൊടിച്ചതാണ്. ഇത് അതേപോലെ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ്. പിന്നെ അതിലേക്ക് ആവശ്യം കുറച്ച് നെയ്യ് ആവശ്യമുണ്ട്. ഇനി ഓരോന്ന് ഞാൻ ഇടുമ്പോൾ പറയാം. ശർക്കര ആയോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ കട്ടായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ അതിലേക്ക് ഇടുകയാണ്. ശർക്കരയ്ക്ക്
നെയ്യ് ഒഴിക്കാൻ പോവാണ്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതാണ്. ചുക്ക്, ജീരകം, ഇതൊക്കെ ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ടാണ് രണ്ടും ഇട്ടിരിക്കുന്നത്. ചുക്കും ജീരകം, കാരണം ഇത് വളരെ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് കുറച്ച് ഇട്ടാൽ മതി. ശർക്കര 2 അച്ച്, അപ്പോൾ നമ്മുടെ ശർക്കരപ്പേരി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനി ചൂടാറുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കായ വറുത്തതും ശർക്കരപ്പേരി ആയിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ഇത് നോർമൽ പച്ചക്കായ കൊണ്ട് വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ചിങ്ങനെ മഞ്ഞ കളർ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ തരം പഴം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു കളർ വന്നിട്ടുള്ളത്, കരിഞ്ഞതല്ല. ഇത് ശരിക്കും നോർമൽ പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കിയത്. അത് കണ്ടില്ല, ഇങ്ങനെ പൊള്ളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ശർക്കരപ്പേരി. അങ്ങനെ നമ്മുടെ ഓണത്തിൻ്റെ മെയിൻ സാധനങ്ങൾ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ പ്രാവശ്യം ആരും പുറത്തുനിന്ന് വാങ്ങാണ്ട് വീട്ടിൽ തന്നെ കായ വറുത്തിട്ടും ശർക്കരപ്പേരിയൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇനി വേറൊരു ഓണം റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബായ്.